നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 4 മാസം പുറത്തിരുന്നിട്ട് വരുന്ന വരവാ ഗോളും അസിസ്റ്റുമായിട്ട് അങ്ങ് തിമിർക്കുകയാണ് കെവിൻ ഡി ബ്രൂയ്നെ. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക ഗോളും അസിസ്റ്റും. കോപ്പൻഹേഗനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി 3-1 തോൽപ്പിക്കുമ്പോൾ ഗോളും അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. ഇപ്പോൾ നോക്കുക, തിരിച്ചു വന്നിട്ട് അദ്ദേഹം കളിച്ച കളികൾ 7 കളികളിൽ നിന്ന് 8 ഗോൾ ഇൻവോൾവ്മെൻറ്റ്. ഹഡേഴ്സ്ഫീൽഡിനെതിരെ അസിസ്റ്റ്, ന്യൂകാസിലിനെതിരെ ഗോളും അസിസ്റ്റും, ടോട്ടൻഹാമിനെതിരെ മാത്രമാണ് ഗോളും അസിസ്റ്റും ഇല്ലാതെ പോയത്. ബേൺലിക്കെതിരെ അസിസ്റ്റ്, ബ്രെൻഫോർഡിനെതിരെ അസിസ്റ്റ്, എവേർട്ടിനെതിരെ അസിസ്റ്റ്, ഇന്നലെ കോപ്പൻഹേഗനെതിരെ ഗോളും അസിസ്റ്റും. അൺസ്റ്റോപ്പബിൾ എന്ന് തന്നെ പറയണം KDB. അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി എന്തൊരു ഇമ്പാക്റ്റാണ് അദ്ദേഹം ഇപ്പോൾ സിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹാലൻഡും ഡി ബ്രൂയിനെയും ഈ ഒരു ഘട്ടത്തിൽ, അതായത് സീസണിൻ്റെ 2ാം ഘട്ടത്തിൽ തിരികെ വന്നു എന്നുള്ളത് അവർക്ക് കിരീട സ്വപ്നങ്ങൾ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സഹായകരമായിട്ടുണ്ട്. ഇന്നലത്തെ അസിസ്റ്റോടുകൂടി 30 അസിസ്റ്റുകളാണ് ഇപ്പോൾ KDB UCL സ്വന്തം പേരിലാക്കിയിട്ടുള്ളത്. അതായത് മോർ ദാൻ തോമസ് മുള്ളർ, ആൻഡ്രസ് ഇനിയസ്റ്റ ആൻഡ് കരീം ബെൻസീമ. ഈ വമ്പൻ താരങ്ങളെക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ ഓൾറെഡി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ KDB നേടിക്കഴിഞ്ഞു. നമുക്ക് ഉറപ്പിച്ച് പറയാം, റിയലി അൺസ്റ്റോപ്പബിൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.